കാക്കനാട് ആക്രിക്കടയിൽ ആക്രി ഗോഡൌണിൽ തീപിടുത്തം. സമീപത്തെ വീടുകളിലേക്ക് തീ പടർന്നിട്ടുണ്ട്. ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. കൊച്ചിയിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി അമൽനാഥ് പാടിച്ചാൽ ചേരുകയാണ്. അമൽനാഥ്, എങ്ങനെയുണ്ട് ഇപ്പോൾ? തീ നിയന്ത്രണ വിധേയമാണോ? എങ്ങനെയാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? അജിംഷാദ്, ഇന്ന് രാവിലെ 9:30 കാക്കനാട് കെന്നഡി മുക്കിൽ ഇത്തരത്തിൽ ആക്രി സാധനങ്ങൾ വെക്കുന്ന ഗോഡൌണിൽ ഈ വലിയൊരു തീപിടുത്തം ഉണ്ടായത്. വലിയ പുക ഉയരുകയായിരുന്നു. ഉടൻ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന സമീപവാസികൾ ഫയർഫോഴ്സിനെയും ഒപ്പം തന്നെ പോലീസിനെയും വിവരം അറിയിക്കുകയാണ്. നിലവിൽ ഇപ്പോൾ രക്ഷാപ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 2.5 മണിക്കൂറിനടുത്ത് രക്ഷാപ്രവർത്തനം നടന്നെങ്കിൽ പോലും തീ നിയന്ത്രണ വിധേയമാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നത് ഏറെ അപകടം ഉള്ള ഒരു കാര്യം കൂടിയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. വലിയ രീതിയിലുള്ള പുകയാണ് നിലവിൽ ഉയരുന്നത്. ഇത് എന്ന് പറയുന്നത് ഒരു ജനവാസ മേഖല കൂടിയാണ്. അതായത് ഈ ഒരു ആക്രി കടയ്ക്ക് സമീപം നിരവധി ആളുകൾ താമസിക്കുന്ന ഒരു ഇടം കൂടിയാണ്. തൊട്ട് സമീപത്തായി ഒരു വീടും ഒപ്പം തന്നെ ഒരു ഫ്ലാറ്റുമുണ്ട്. ഈ വീട്ടിലേക്കും ഫ്ലാറ്റിലേക്കും അടക്കം തീ പടർന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. എന്താണ് ഇപ്പോൾ അഗ്നിരക്ഷാസേന നടത്തുന്ന ശ്രമങ്ങൾ? ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് നടത്തുന്നത്. ഇവിടെ പ്രധാനമായൊരു വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഈ ഒരു ആക്രി ഗോഡൗൺ ഉള്ളത് കുറച്ച് അകത്ത്, അതായത് റോഡിൽ നിന്നും കുറച്ച് ദൂരെയായാണ്. ഇതിൻ്റെ അകത്തേക്ക് ഈ ഫയർഫോഴ്സ് യൂണിറ്റിന് എത്തിച്ചേരാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. ഒരേ സമയം ഒരു 3 ഫയർഫോഴ്സ് വാഹനങ്ങൾക്ക് മാത്രമേ ഇവിടെ എത്തിച്ചേരാൻ വേണ്ടി സാധിക്കുന്നുള്ളൂ. അത്തരത്തിൽ റോഡുകൾ വളരെ കൺജസ്റ്റഡ് ആയുള്ള റോഡുകളാണ്. അതുകൊണ്ട് തന്നെ ചുറ്റും മതിലുകൾ കെട്ടിവെച്ചുള്ള ഒരു റോഡുകളാണ്. അതുകൊണ്ട് തന്നെ ഒരുമിച്ച് ഈ ഫയർഫോഴ്സ് വാഹനങ്ങൾക്ക് രക്ഷാപ്രവർത്തനം നടത്താൻ വേണ്ടി സാധിക്കുന്നില്ല എന്നത് വലിയ ഒരു വെല്ലുവിളിയാണ്. നിലവിൽ ഇപ്പോൾ ഇവിടെ ഏകദേശം 6ഓളം ഫയർഫോഴ്സ് വാഹനങ്ങൾ യൂണിറ്റുകൾ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ പോലും അതിൽ 3 ഫയർഫോഴ്സ് യൂണിറ്റുകൾക്ക് മാത്രമേ ഒരേ സമയം ഇവിടെ രക്ഷാപ്രവർത്തനം നടത്താൻ വേണ്ടി സാധിക്കുന്നുള്ളൂ. ഒരു ഘട്ടത്തിൽ ഇവിടെ തീ പൂർണ്ണമായും അണച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് JCB ഉപയോഗിച്ച് ഇവിടെ ഉണ്ടായിരുന്ന ഈ കത്തിപ്പടർന്ന ഈ അവശിഷ്ടങ്ങളൊക്കെ തന്നെ മാറ്റുമ്പോൾ അതിൽ നിന്നും വീണ്ടും തീ ഉയരുന്നതാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അവ വീണ്ടും ആളിപ്പടർന്ന ഒരു ദൃശ്യത്തിലേക്കാണ് അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിലേക്കാണ് നിലവിൽ പോയിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായി വീണ്ടും രക്ഷാപ്രവർത്തനം ഊർജിതമാക്കിയിട്ടുണ്ട്. നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് രാവിലെയോടുകൂടി ഇവിടെ വെൽഡിംഗ് വർക്കുകൾ നടക്കുമ്പോൾ അതിൽ നിന്നും സ്പാർക്ക് ഉണ്ടാവുകയും ആ സ്പാർക്ക് ഇവിടെയുള്ള ആക്രി വസ്തുക്കളിലേക്ക് പടർന്ന് കയറുകയുമായിരുന്നു. അങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായത് എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഈ തീപിടുത്തം ഉണ്ടാകുമ്പോൾ തീർച്ചയായും ഈ ചുറ്റുപാടുമുള്ള തെങ്ങുകൾ അടക്കം കത്തുന്നു. മാത്രമല്ല സമീപത്തെ ഫ്ളാറ്റുകളുടെ പൈപ്പുകളിലേക്ക് പോലും തീയുടെ ചൂട് അടിച്ചിരിക്കുന്നു എന്നത് നമ്മുടെ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അപ്പോൾ അത്രയേറെ വലിയൊരു അഗ്നിബാധയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. സമീപവാസികളുടെ സുരക്ഷ കൂടി ഈ ഘട്ടത്തിൽ അധികൃതർ നോക്കുന്നുണ്ട്, അല്ലേ അമൽ? തീർച്ചയായും വലിയ ഒരു തീപിടുത്തം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഒരു ചെറിയ ആക്രിക്കടയല്ല, ആക്രി സാധനങ്ങളൊക്കെ തന്നെ ഡംപ് ചെയ്യുന്ന ഒരു വലിയ ഏരിയ തന്നെയാണ്. അവിടെയാണ് ഈ തീപിടുത്തം ഉണ്ടായിരുന്നത്. ഉടൻ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വീടും ഒപ്പം തന്നെ ഒരു ഫ്ലാറ്റും ആണ് ഇവിടെ സമീപത്തുള്ളത്. ആ വീടുകളിൽ നിന്നും ഉടൻ തന്നെ അവിടെയുള്ളവരെ മാറ്റിപ്പാർപ്പിക്കുവാനുള്ള അല്ലെങ്കിൽ അവിടെ നിന്ന് മാറ്റുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇവിടെ സുരക്ഷാ സേന നടത്തിയിട്ടുണ്ട്. നിലവിൽ ഇത്തരത്തിൽ ഇവിടെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുമ്പോൾ പോലും അത് തീ നിയന്ത്രണ വിധേയമായിട്ടില്ല എന്നത് ഏറെ ആശ്ചര്യമുണ്ടാക്കുന്ന അല്ലെങ്കിൽ അപകട ഭീഷണി ഉയർത്തുന്ന ഒരു സാഹചര്യം തന്നെയാണ്. നിലവിലിപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ 3 ഫയർഫോഴ്സ് യൂണിറ്റുകളാണ് ഇവിടെ തീ അണയ്ക്കുവാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഈ ഒരു ഫയർഫോഴ്സ് യൂണിറ്റിനെ വേണ്ട വിധത്തിൽ ഇവിടെ ലഭ്യമാകാത്തത് വലിയ ഒരു തീപിടുത്തത്തിലേക്ക് അല്ലെങ്കിൽ തീ ആളിപ്പടരാൻ കാരണമായിരുന്നു. അതിൻ്റെ പ്രധാന കാരണം ഇത്തരത്തിൽ ഇതിനകത്തേക്ക്, അതായത് ഈ ഒരു ആക്രി ഡംപിങ് ചെയ്യുന്ന ഇവിടത്തേക്ക് വാഹനങ്ങൾക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ വേണ്ടി സാധിക്കുന്നില്ല എന്ന ഒരു പ്രശ്നം തന്നെയാണ്. ആദ്യം ഒരു ഫയർഫോഴ്സ് യൂണിറ്റിനെ ഇവിടെ എത്തിക്കുകയും അതിലെ വെള്ളം പരമാവധി ഉപയോഗിച്ച് അതിൽ വെള്ളം കഴിയുന്നത് വരെ അവ ഉപയോഗിച്ച് തീയണക്കാൻ ശ്രമം. ശരി അമൽനാഥ് പാടിച്ചാലാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചി കാക്കനാട് വൻ അഗ്നിബാധ, ആക്രി ഗോഡൌണിലാണ് അഗ്നിബാധ ഉണ്ടായത്. ഇതിൻ്റെ വിവരങ്ങളാണ് അമൽ നൽകിയത്.